നമ്മൾ പലരും ജീവിതത്തിന്റെ വരാന്തയിൽ കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും വരാനിരിക്കുന്ന ഒരു വലിയ അവസരത്തിനു വേണ്ടി. ഒരു ലോട്ടറി അടിക്കുന്നത് പോലെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാറുമെന്ന നമ്മൾ കാണുന്ന സ്വപ്നം. ബാങ്ക് അക്കൗണ്ടിൽ പണം വന്ന് നിറയുന്നതോ, ആരെങ്കിലും വന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നതോ കാത്ത് വർഷങ്ങൾ നമ്മൾ പാഴാക്കുന്നു. പക്ഷേ സുഹൃത്തെ, ആരും വരാനില്ല. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആ വ്യക്തിക്ക് മാത്രമാണ്. ശരിയായ സമയമെന്നത് മടിയന്മാർ ഉണ്ടാക്കിയ ഒരു കള്ളമാണ്. ഇന്ന് ഈ നിമിഷം തുടങ്ങുക എന്നതിനേക്കാൾ മികച്ച ഒരു പ്ലാൻ ലോകത്തില്ല. വിജയിച്ച ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയും, അയാൾക്ക് എന്ത് ഭാഗ്യമാണ്. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ എത്രയോ രാത്രികളുടെ, എത്രയോ ഉറക്കമില്ലായ്മയുടെ, നമ്മൾ കാണാത്ത കഷ്ടപ്പാടുകളുണ്ട്. ഒരു ശില്പം മനോഹരമാകുന്നത് ഉളികൊണ്ടുള്ള ആയിരക്കണക്കിന് അടികളേറ്റിട്ടാണ്. നിങ്ങളുടെ ജീവിതവും അതുപോലെയാണ്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, അത് ജിമ്മിലൊരു അധിക പുഷപ്പ് ആയിക്കോട്ടെ, ബിസിനസ്സിലെ ഒരു പുതിയ ഫോൺ കോൾ ആയിക്കോട്ടെ, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിത്തറ. പ്രതിഭയേക്കാൾ വലുതാണ് സ്ഥിരത. ലോകം തോറ്റു കൊടുക്കുന്നവന്റെ കൂടെയാണ്. നിങ്ങൾ ഓടാൻ വയ്യെങ്കിൽ നടക്കുക, നടക്കാൻ വയ്യെങ്കിൽ ഇഴയുക, എങ്കിലും മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ തോറ്റു കൊടുക്കാത്തവന്റെ കൂടെ ആ ലോകം നിൽക്കുകയുള്ളൂ. അത് വിജയത്തിന്റെ ലോകമായിരിക്കും. എന്താണ് നിങ്ങളെ തടയുന്നത്? തോൽക്കുമെന്ന പേടിയോ, അതോ മറ്റുള്ളവരുടെ പരിഹാസമോ? നിങ്ങൾ ലോകത്തിനു വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ ബലിയാടാക്കുകയാണോ? ഭയമെന്നത് ഒരു വന്യമൃഗത്തെ പോലെയാണ്. നിങ്ങളതിനെ നോക്കി ഓടിയാൽ അത് നിങ്ങളെ വേട്ടയാടും. എന്നാൽ അതിനു നേരെ നോക്കി നിന്നാൽ അത് പതുക്കെ പിന്മാറും. നിങ്ങളെ കളിയാക്കുന്നവർ, നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കുന്നവർ കുറച്ചുനാൾ കഴിയുമ്പോൾ കൈമലത്തിയിട്ട് പറയും, ഇനി എൻ്റെ കയ്യിൽ ബില്ലുകൾ അടയ്ക്കാൻ പൈസയില്ല എന്ന്. നിങ്ങളുടെ മക്കളുടെ ഭാവി അവർ നോക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനവരെ പേടിക്കണം? കപ്പലുകൾ കരയിൽ കെട്ടിയിട്ടിരിക്കുന്നത് സുരക്ഷിതമായി കിടക്കാനാണ്. പക്ഷേ കപ്പലുകളുടെ ലക്ഷ്യം അതല്ല. കൊടുങ്കാറ്റിനെ തോപ്പിച്ചുകൊണ്ട്, ആഞ്ഞടിക്കുന്ന തിരകളെ കീറി മുറിച്ചുകൊണ്ട് പാഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാണ്. അത് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴാണ് ആ കപ്പലിന് അതിൻ്റെ മഹത്വം ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടപ്പാട് നിങ്ങളോട് തന്നെയാണ്. നിങ്ങൾക്ക് ലഭിച്ച ഈ ജീവിതം വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. നാളെ ചെയ്യാമെന്ന് പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ വിജയത്തെ ഒരു വർഷം കൂടി പിന്നിലേക്ക് മാറ്റുകയാണ്. മുന്നിലുള്ള ഗോവണി എത്ര ഉയരമുള്ളതാകട്ടെ, പകച്ച് നിൽക്കരുത്. നിങ്ങളുടെ കാൽ ഒരു പടിയെങ്കിലും, ഒരു ദിവസമെങ്കിലും മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ പടികൾ ഓരോന്നോരോന്നായി നിങ്ങൾ ചവിട്ടി മുന്നോട്ട് കയറുമ്പോൾ നിങ്ങളുടെ മാറ്റമെന്നത് ഒരു വിസ്ഫോടനമല്ലാതെയായി മാറും. അതൊരു തുടർച്ചയായ പ്രക്രിയയായി മാറും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങളും അല്ലെങ്കിൽ ഓരോ ചെറിയ ചവിട്ടുപടികളും ഒരുപക്ഷെ ചരിത്രമായി മാറേക്കാവുന്ന കാര്യങ്ങളായിരിക്കാം. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കഥ എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലാണ്. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. തോൽവികളിൽ നിന്ന് പഠിക്കുക. വീഴുമ്പോൾ വേഗത്തിൽ എഴുന്നേൽക്കുക. ലോകം നിങ്ങളെ നോക്കി നിൽക്കുന്നു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വെറുതെ ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത്. പകരം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആദ്യത്തെ ചുവട് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഊർജം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങളുടെ മാറ്റം എന്താണ് എന്നുള്ളത് നിങ്ങൾ കുറിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.